എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിക്കണം. എല്ലാരും എന്റെ മോന് വിലപ്പെട്ടതാണ്. എല്ലാരും സഹായിച്ചു ജീവൻ നിലനിർത്തും. പറയണോ എന്റെ പെണ്ണിന് 11 വർഷം കാത്തു പിടിച്ച എന്റെ മോനിൽ എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് സുധീർ എന്നാണ്. ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ നാട്ടിൽ കയറി വരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. 10-50 ലക്ഷം രൂപ വേണം. 10-11 വർഷം വരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 10-11 ലക്ഷം രൂപ മുടക്കിയാണ് എനിക്ക് മക്കളെ കിട്ടിയത്. ഇപ്പോൾ മക്കളെ കിട്ടിയപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ പടച്ച റബ്ബ് നമുക്ക് വെച്ചിരിക്കുകയാണ്. എല്ലാവരും മുമ്പ് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇരിക്കുകയാണ്. 10-50 ലക്ഷം രൂപ എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പിറകിൽ കാണുന്ന ഇത്രയും ജനം ഒരു കുഞ്ഞു മാലാഖയ്ക്ക് വേണ്ടി നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് കൈനീട്ടാൻ വേണ്ടിയിട്ടാണ്. നിഹാൽ എന്ന് പറയുന്ന വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പിഞ്ചോമന മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഡോക്ടർമാർ അടിയന്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ മജ്ജ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നാം സ്വരൂപിക്കുന്ന 1 രൂപ പോലും ഈ കുഞ്ഞിന് ഉപകാരത്തിൽ പെടാതെ പോകുമെന്ന് ഡോക്ടർമാർ കൃത്യമായി ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഭീമമായ 50 ലക്ഷം രൂപ സ്വരൂപിച്ചാൽ മാത്രമാണ് ഈ കുഞ്ഞിന് ജീവിതം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നാട് ഇത്രയും കാലം ഈ കുഞ്ഞിന്റെ അസുഖം അറിഞ്ഞ മുതൽ ഇതുവരെയും ഈ നാട് ആത്മാർത്ഥമായി ആ കുടുംബത്തിന്റെ കൂടെയുണ്ട്. പക്ഷേ ഭീമമായ 50 ലക്ഷം രൂപ സ്വരൂപിക്കാൻ ഈ കുടുംബത്തിനോ ഈ നാട്ടുകാർക്കോ പെട്ടെന്ന് സാധിക്കാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് എന്റെ പിറകിൽ കാണുന്ന ഈ ജനക്കൂട്ടം നോക്കണം നിങ്ങൾ. ആ നാടിന്റെ പ്രിയപ്പെട്ട ആ പൊന്നോമനക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുകയാണ്. കളിച്ചിരി മാറാത്ത ഒരു പിഞ്ചോമനയാണ്. നമ്മുടെ മക്കളെ പോലെ കളിച്ചു ചിരിച്ച് സന്തോഷമായി നടക്കേണ്ട ഈ ചെറുപ്രായത്തിൽ വേദനകൾ തിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കി. കുഞ്ഞിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയ വഴിയിലൂടെ വേണം കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ. നോക്കണം നിങ്ങള്, എനിക്ക് കയ്യെ പോലും ഇങ്ങനെ വീശി നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം നോക്കണം. ഇതൊക്കെയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ട നമ്മൾ സഹായിക്കാണ്ടിരിക്കുക? ആ വീടിന്റെ ഒരു അവസ്ഥകൾ കണ്ടില്ലേ? ചെറിയ ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. ആ പ്രിയപ്പെട്ട പ്രവാസിക്ക് 50 ലക്ഷം രൂപ എന്നതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. അവനെ സഹായിക്കാൻ അവന്റെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ. തട്ടിക്കളയല്ലേ ഈ വീഡിയോ നിങ്ങൾ കേട്ടോ. ഇപ്പോ യുദ്ധവും മറ്റു കാര്യങ്ങളും കാരണം പ്രിയപ്പെട്ട പ്രവാസികളുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അറിയാലോ, അവർക്ക് പോലും ഇപ്പോ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നാം മലയാളികള് ചരിത്രം സൃഷ്ടിച്ചവരാണ്. നാം ഒരുമിച്ച് നിന്നാല്, ഒറ്റക്കെട്ടായി നിന്നാല് ഒരു ദിവസം പോലും വേണ്ട ഈ കുഞ്ഞു നിഹാലിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഈ തുക സ്വരൂപിക്കാൻ, ഈ കുടുംബത്തിന്റെ ഈ സങ്കടകരമായ ഈ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ്. ഒപ്പം ആ കുഞ്ഞു മാലാക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഹാഷിം എന്നാണ്. എൻ്റെ വാർഡിലാണ് നമ്മുടെ നിഹാൻ അൽഹിദ് എന്ന 1 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വലിയൊരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എടുക്കുന്നൊരു വീഡിയോയാണ് ഇത്. ഞങ്ങളുടെ വാർഡ് മാത്രം വിചാരിച്ചാൽ ഈ വലിയൊരു തുക 50 ലക്ഷം രൂപ എന്ന വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മുഴുവൻ 24 വാർഡ് മെമ്പർമാരടക്കം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ പോലും ഈ സാമ്പത്തികം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ ഈ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്തും ഈ ഫണ്ട് നമുക്ക് തന്നും നമ്മളെ സഹായിക്കണമെന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചിന് വേണ്ടിയിട്ട് സഹായിക്കണം, അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കൈകൂപ്പി യാചിക്കുകയാണ്. എല്ലാവരും നമ്മളോട് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.